ഇന്ന് രാത്രികാലവും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെ ശ്രദ്ധിക്കുന്നതായ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, കുടുംബങ്ങൾക്ക് എല്ലാം പ്രത്യേകാൽ എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കൊണ്ടിരുന്നതായ സാക്ഷ്യത്തിൻ്റെ തുടർച്ചയായി വീണ്ടും പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഇടപെട്ടതായ ചില സന്ദർഭങ്ങൾ അത് പറയുവാൻ തക്കവണ്ണമാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനു മുൻപായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. വളരെ ആഴമേറിയ ഒരു വചനമാണ് ഈ വചനഭാഗം. രാവിലെ കർത്താവിൻ ദാസൻ ജോസഫ് മാത്യു പാസ്റ്റർ അവർ പറഞ്ഞതായ സമയത്ത് അന്യഭാഷയിൽ താൻ സംസാരിക്കുന്നതിൽ ധാരാളമായി സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആര് പറയുന്നതിനേക്കാളും കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് എടുത്തു പറഞ്ഞൊരു ഭാഗം ഞാൻ ഇന്ന് പല സമയങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 14 ലേഖനങ്ങൾ രചിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവം എടുത്ത് ഉപയോഗിച്ചതിൻ്റെ പിന്നിലെ രഹസ്യവും പരിശുദ്ധാത്മാവിനാൽ ശക്തമായി അദ്ദേഹം ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ഒരു വലിയൊരു ആഗ്രഹവും താല്പര്യവും ഉണ്ടായ ഒരു സമയമുണ്ടായി. അത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. സഭയിൽ ആവർത്തിച്ച് ഉപവാസ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. എന്നാൽ ഓരോ പ്രാവശ്യവും ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത്. എല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നു, പുതുതായി പലരും അഭിഷേകം പ്രാപിക്കുന്നു. ഒരു ദിവസം ഒരു ഹോൾ നൈറ്റ് പ്രയറിൻ്റെ തുടർന്നാണ് അന്നൊരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ദൈവസന്നിധിയിൽ വെച്ചുള്ളൂ: കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും തടസ്സമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇന്ന് വെളിപ്പെടുത്തി തരണം. ഞാൻ അതിനകത്ത് പൂർണ്ണമായും ആ കാര്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞു പോകുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ അഭിഷേകത്തിൻ്റെ നിറവിൽ എനിക്കിവിടെ നിന്ന് പോകണം എന്നുള്ള ഒരു വലിയ തീവ്രമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊരു വാസ്തവമുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ അന്ന് ദൈവസന്നിധിയിൽ വളരെ ഉറച്ച കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കൈയൊക്കെ അടിച്ച് വളരെ നേരെ ദൈവസന്നിധിയിൽ കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിക്കുന്നില്ല. ഏതാണ്ട് രാവിലെ സമയമായി. കർത്താവിൻ്റെ ദാസൻ്റെ ഒരു കാര്യം പറഞ്ഞു: നമ്മളിനി ക്ലോസ് ചെയ്യാൻ പോകണം, മീറ്റിംഗ് ക്ലോസ് ചെയ്യുക. രാവിലെ പാടുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ട് നമുക്ക് പാടി അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പരമരാജ ഗുരുവരനെ എന്നുള്ള ഒരു പാട്ടിൻ്റെ ലൈനാണ് പാടുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഒരു കാര്യം ചെയ്യണം, വട്ടത്തിൽ ഇരിക്കാൻ പറഞ്ഞു. വലിയൊരു ഹോളാണ്, എല്ലാവരും റൗണ്ടായിട്ടിരുന്നതിന് ശേഷം കരങ്ങളെ കോർത്ത് പിടിക്കാൻ പറഞ്ഞു. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ദേവദാസനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കരങ്ങളെ ചേർത്ത് പിടിക്കും. എൻ്റെ ഇടത്തുവശത്ത് ദൈവദാസന്, വലത്തുവശത്ത് വേറെ സഹോദരനുമായിരുന്നു ഇരുന്നത്. കരങ്ങളെ ചേർത്ത് പിടിച്ചു. പാട്ടിൻ്റെ 2 വരി കഴിഞ്ഞതായ കാര്യം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ ഒരു വലിയ നദിയിലേക്ക് ഒഴുകുകയായിരുന്നു. നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്കൊരു വെള്ളച്ചാട്ടം വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് പതിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിൽ കിടന്ന് ശക്തമായി നീന്തുന്ന അനുഭവമാണ്. എൻ്റെ വായിൽ നിന്നും അറിയാത്ത ഭാഷകൾ വരുന്നുണ്ട്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. കണ്ണ് തുറക്കുമ്പോൾ എനിക്കറിയാം എല്ലാവരും ഒരു പ്രളയത്തിനകത്ത് പെട്ടതുപോലെ ഭയങ്കര ആത്മശക്തിയാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടായി. പിന്നീടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആ പരിശുദ്ധാത്മാവിലുള്ളതായ ഒരു സ്നാനത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ ആദ്യമായി പ്രാപിക്കാൻ കഴിയും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു വ്യത്യാസം, സാധാരണയിൽ നിന്ന് വ്യത്യാസമുണ്ടായത് കരച്ചിൽ നിൽക്കുന്നില്ല. കണ്ണുനീരുകൊണ്ട് എത്ര കരഞ്ഞാലും തീരുന്നില്ല. അതിനടുത്ത ഞായറാഴ്ച ഞാൻ ദൈവസന്നിധി വന്നു. ഈ അഭിഷേകം പ്രാപിച്ച കാര്യം പറയാൻ വേണ്ടി നിന്നു. ആ ഒരു അനുഭവം പറയാൻ എഴുന്നേറ്റ് നിന്ന സമയം മുതൽ ഞാൻ കരയാൻ തുടങ്ങി. എത്ര നേരം കരഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. അന്നേരം എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല. അപ്പോൾ ദേവദാസൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇതിനേക്കാൾ വലിയ സാക്ഷ്യം ഇനി പറയാനില്ല. അനിയൻ കുഞ്ഞ് ഇരുന്നോളാൻ പറഞ്ഞു. വീട്ടിൽ വിളിക്കുന്ന പേര് അനിയൻ കുഞ്ഞെന്ന്. മോൻ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അന്നിരുന്നു.
മൂന്ന് പ്രാവശ്യങ്ങൾ അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതേപോലെ അഭിഷേകത്താൽ നിറച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളെ നിറച്ചത് ഞാൻ ലണ്ടൻ സന്ദർശിച്ചതായ സമയത്ത് 2013 അവിടെ ചെന്ന് ഇറങ്ങി ബാൺസ്റ്റേപ്പിൾ എന്ന് പറയും, അതായത് വെയിൽസിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന സമയത്ത് തന്നെ ദൈവദാസൻ പറഞ്ഞ് അവിടെയുള്ളതായ ദൈവമക്കളുടെ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞു. അന്ന് ദൈവദാസൻ നാട്ടിലൊറ്റ പോയിരിക്കുകയാണ്. ഞാൻ അവിടെ അതുകൊണ്ട് ഇഷ്ടംപോലെ ശുശ്രൂഷിക്കുവാനും എല്ലാത്തിനും നമുക്ക് അവിടെ സാവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: പാസ്റ്ററെ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തരണം. വേറെ ഒന്നിനെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തരണം. എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാരണം എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ച ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു പീസ് അനുഭവിക്കുന്നതിന് തുല്യമാണ്. അതെപ്പോഴും ഓവർഫ്ലോവിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതെപ്പോഴും ഇങ്ങനെ തുള്ളിത്തുടിച്ചുകൊണ്ടിരിക്കും. അത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്ന അനുഭവമാണ്. അന്ന് അവിടെ വന്നതിന് ശേഷം അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവമക്കളോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസങ്ങളിലെ ക്ലാസ് എടുത്തു. ഏറ്റവും അവസാനത്തെ ദിവസം ആയപ്പോഴേക്കും ഒരു വിഷമം മനസ്സിലുണ്ട്. എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ഉണ്ട്, അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ചെല്ലാം പഠിച്ചു എങ്കിലും ആത്മാവിനെ നിറയേണ്ട നിലയിൽ നിറഞ്ഞില്ല. ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതെനിക്കും അതുണ്ട്. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരിക്കൽ അനുഭവിച്ചതായ ആത്മാവിന്റെ ശക്തി വീണ്ടും പാനം ചെയ്യുവാനുള്ള വലിയൊരു ആഗ്രഹം മനസ്സിലങ്ങ് വരിക. അങ്ങനെ അവിടെ നിന്ന് ദൈവസന്നിധിയിലോട്ട് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു രൂപം അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. നിന്നതിന് ശേഷമായി തൻ്റെ കയ്യിൽ കുറേ അധികം എന്തൊക്കെയോ ജവൽസോ എന്തൊക്കെയോ സ്വർണ്ണാഭരണങ്ങൾ പോലെ വിലപിടിപ്പുള്ള മുത്തുകളോ കുറേ കാര്യങ്ങൾ കയ്യിലുണ്ട്. അന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിങ്ങനെ തരാൻ വേണ്ടി ഇങ്ങനെ നീട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഉറപ്പായി. ദൈവമക്കളോട് ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഇതിവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഒരു ആത്മാവിൽ ഒരു കാഴ്ച ഞാൻ കണ്ടു. അതുകൊണ്ട് ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട്, ഭൂമിയുടെ അനുഗ്രഹമല്ല, സ്വർഗീയമായ അനുഗ്രഹത്തെ കൊണ്ട് നിറയ്ക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ദൈവമക്കളെ തീ പിടിച്ചെന്ന് പറഞ്ഞാൽ ശക്തമായ ആത്മാവിന്റെ ഒരു തീ അവിടെ ഇറങ്ങാൻ തുടങ്ങി. അന്ന് എനിക്കുണ്ടായതായ ആത്മാനുഭവത്തിന്റെ വലിയ ഒഴുക്കിലേക്ക് വരാൻ തുടങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ സാന്നിധ്യം എൻ്റെ ഈ ഹൃദയ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. അത് നിൽക്കുന്നില്ല. ഇറ്റ് ഈസ് നെവർ സ്റ്റോപ്പ്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വായിൽ ഒറ്റ വാക്കാണ്, വൈ ലോർഡ്. എന്തിനു വേണ്ടിയാണ് ഇത് നിറയ്ക്കുന്നത്? എനിക്ക് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ ആയിരിക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തിയുടെ ലോകത്താണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കറിയാം, അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കറിയാം അതിൻ്റെ രസം, അതിൻ്റെ സുഖം, അതിൻ്റെ ആത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ആത്മീയ അനുഭവമാണ്. അതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വീണ്ടും ആഗ്രഹിക്കും, എനിക്ക് അതേപോലെ ഒരു ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 3 നിലകളിലാണ് നമ്മളെ നിറയ്ക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതായത് നമ്മുടെ പാദം ചവിട്ടുന്നതായ നിലയിൽ നരിയാണിയോളം, അതിനുശേഷം മുട്ടോളം, തുടർന്ന് അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭവം. യെഹെസ്കേൽ പ്രവചനത്തിൽ 47-ാം അധ്യായത്തിൽ നമുക്കറിയാം, ആലയത്തിന്റെ ഉമ്മറപ്പടിയിൽ നിന്നും ഒഴുകി വരുന്നതായ ആ ജലം ചെല്ലുന്ന ഇടത്തൊക്കെ ഉണ്ടാകുന്നതായ ജീവന്റെ ചലനങ്ങളെ കുറിച്ച് നമ്മൾ പാടി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താറുണ്ട്. സ്തോത്രം. അതേപോലെ ഒരു ആത്മീയ അനുഭവത്തിന്റെ ഒരു ലാഞ്ചന ജീവിതത്തിൽ. അപ്പോൾ പലപ്പോഴും നരിയാണിയോളമുള്ള ഒരു അനുഭവമാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തൃപ്തിപ്പെടരുത്. കാരണം നമ്മൾക്കാണ് കൺട്രോൾ അതിൽ കിടക്കുന്നത്. ഇനി മുട്ടോളമാണെന്നുണ്ടെങ്കിലും കൺട്രോൾ നമുക്ക് തന്നെയാണ്. ഇനി അരയോളമാണെന്നുണ്ടെങ്കിലും നമുക്ക് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വെള്ളത്തിന് കിട്ടുന്നില്ല. പലപ്പോഴും നമുക്കതിനകത്ത് തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ എന്നാൽ അല്ലെങ്കിൽ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു അനുഭവമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് അടിച്ച് ഒഴുക്കി എവിടെയാണ് കൊണ്ട് കളയുന്നതെന്ന് അറിയത്തില്ല. ഒരൊറ്റ പിന്നെ അവിടെ പോയി നിന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കാര്യം.
ദൈവത്തിന്റെ മക്കളെ, എന്നെ ശ്രദ്ധിക്കുന്നവര്, ഈ അമേരിക്കയിൽ രാജ്യത്തിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ ഇവിടെ നിന്നും എന്നെ ആ ഒരു പ്രവാഹം, എന്നെ ആ ഒരു കറണ്ട് അല്ലെങ്കിൽ കുടുംബമായി ഞങ്ങളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2011 പക്ഷെ എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവെ, ഞങ്ങളെ കർത്താവ് വിളിച്ചതിനായി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ 7 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പറയട്ടെ, ആദ്യം പറഞ്ഞൊരു വചനം, ദൈവത്തിന്റെ 3:34 വാക്യം, അത് മറക്കരുത്. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ആ നൽകുന്നതിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അളവ് കൂടാതെയുള്ള ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ ആരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുവാൻ നമുക്കതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. മറ്റുള്ള ആരെക്കാൾ അധികമായി ആത്മാവിന്റെ ശക്തിയിൽ എനിക്ക് നിറയ്ക്കണം. അതിനേക്കാൾ വലിയ ആത്മീയ അനുഭവത്തിലേക്ക് എനിക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവസന്നിധിയിൽ അങ്ങനെ നാട്ടിലേക്ക് പോകുവാനുള്ള തീരുമാനത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അങ്ങനെ ഒരാഴ്ച ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അപ്പോൾ ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്. വെള്ളിയാഴ്ചയായപ്പോൾ വൈകുന്നേരം ഒരു പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് പത്രോസിനോട് പറഞ്ഞു കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള അടയാളങ്ങൾ, അവിടെ നിന്ന് 3 പുരുഷന്മാർ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. കൊർന്നല്യോസിനോട് പറഞ്ഞു കൃത്യമായി തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ പത്രോസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പൗലോസിനോട് പറഞ്ഞു, അനന്യാസിനെ കുറിച്ച് പറഞ്ഞു. അനന്യാസിനോട് പറഞ്ഞു പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് അങ്ങയുടെ വഴി? ഇതുവരെയും കർത്താവെ ഒരു വഴി വെളിപ്പെട്ടില്ല. എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? കർത്താവെ, ഞങ്ങൾ ടിക്കറ്റും റെഡിയാണ്, പോകാൻ തയ്യാറാണ്, പക്ഷേ എവിടേക്കാണ് പോകേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉപവാസത്തിന്റെ അവസാന ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത്, അന്ന് ഒരു പ്രവാചകനൊന്നുമല്ല, ഒരു നന്നായ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ അന്ന് സഭയിലുണ്ടായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 10 അധ്യായം ആ ഭാഗത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഭാഗം ഇതാണ്: ശൗല് കഴുതകളെ തേടി പോകുന്നതായ സന്ദർഭം പിതാവ് പറഞ്ഞയക്കുന്ന അനുഭവത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. തന്റെ സേവകനുമായി കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് താൻ അവിടെയെല്ലാം അന്വേഷിച്ചു, കഴുതകളെ കാണുന്നില്ല. പക്ഷെ അപ്പോൾ സേവകൻ പറയുന്നു, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നു, അവന്റെ അടുക്കൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേലിന്റെ അടുക്കൽ അവർ വരുന്നുണ്ട്. അന്നേരം വന്നിട്ട് ശമൂവേലിന്റെ കൂടെ താമസിക്കുന്നു. ഏതാണ്ട് 30 പേരെ അവിടെ അന്ന് ക്ഷണിച്ചിരുന്നു വിരുന്നിനു വേണ്ടി. പക്ഷെ എന്നാൽ അവരെ എല്ലാം പറഞ്ഞു വിട്ടെങ്കിലും ശമൂവേൽ പ്രവാചകന് ശൗലിനെ മാത്രം അവിടെ രാവിലെ നിർത്തിയതിനു ശേഷം തന്നെ എന്ത് ചെയ്തു? തന്നോട് പറയുന്നതായ ആ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന അറിയിക്കേണ്ടതിന്, അതായത് 1 ശമൂവേൽ 9:27 വാക്യം ഇങ്ങനെയാണ്: പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിലുള്ളതായ സഭാ ഹാളിന്റെയൊക്കെ ഫ്രണ്ടിൽ സാധാരണ എഴുതി വയ്ക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്നുള്ളതായ കാര്യം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പോൾ ഈ വാക്യം ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇതിന് ശേഷമായിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് ശമൂവേൽ തന്റെ അടുത്ത അധ്യായത്തിൽ 10 അധ്യായത്തിൽ വായിക്കുമ്പോൾ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിൽ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നോക്കുക, ഇത്രയും നേരം ശൗല് തന്റെ കൂടെ ഉണ്ടായിട്ട് ശൗലിനോട് ശമൂവേല് ഒരു കാര്യവും പറഞ്ഞില്ല. എന്നാൽ അവിടെയുള്ള വ്യക്തികളോട്, അവിടെ ഉണ്ടായിരുന്നതായ ശുശ്രൂഷക്കാരോട് പറഞ്ഞിരുന്നു, പ്രത്യേകമായി ചില ക്രമീകരണങ്ങൾ ഒരുക്കി വെക്കണം, പ്രത്യേകമായി ഒരു സ്റ്റേക്ക് ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നെല്ലാം അവിടെ പറഞ്ഞിരുന്നു. അതെല്ലാം ചെയ്തിട്ടും ശമൂവേൽ ഒറ്റ കാര്യവും പറഞ്ഞില്ല. ശമൂവേൽ പറഞ്ഞത് യാത്രയിൽ വെച്ചാണ് തന്നോട് സംസാരിച്ചത്. അപ്പോൾ ദൈവദാസൻ ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ വചന ശുശ്രൂഷയോട് ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിരിക്കുന്ന എൻ്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഏതാണ്ട് എന്നോടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോൾ തന്നെ എന്നോടല്ല പറയുന്നത്, ജനറലായിട്ടാണ് പറയുന്നത്. അദ്ദേഹം വാക്ക് പറഞ്ഞു, എൻ്റെ ദാസനെ, നീ എന്നോട് നീ ചോദിച്ചു, നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? നീ പത്രോസിനോട് സംസാരിച്ചു,
നീ പൗലോസിനോട് അനന്യാസിനോട് സംസാരിച്ചു, എന്നോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഞാനാകെ എന്താ പറയേണ്ടത്? ദൈവത്തിന്റെ ശബ്ദം, ദൈവം സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഉടൻ തന്നെ അടുത്ത വാക്ക് അദ്ദേഹം പറയുകയാണ്, ഞാൻ നിന്നോട് യാത്രയിൽ വെച്ച് ഞാൻ നിന്നോട് പറയും എവിടെയാണ് പോകേണ്ടതെന്നുള്ള കാര്യം. വളരെ ദൈവസന്നിധിയിൽ സന്തോഷം തോന്നി. എവിടേക്കാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഉള്ളൊരു യാത്രയാണ്. പക്ഷെ ഇതാ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ദൈവം സംസാരിക്കും. പക്ഷേ അതിനൊരു കൺഫർമേഷൻ തരാൻ വേണ്ടി ദൈവദാസന്മാരെ ഉപയോഗിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ആരും കാണാതെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് എന്റെ ദൈവം മറുപടി അയച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നമുക്കൊരു ജീവനുള്ള ദൈവമാണ്. ഒരുപക്ഷെ നിന്റെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ആരും എന്നെ അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ കാർ നിർത്തിയിട്ടിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞതായ ചില സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, വന്ന സന്ദർഭത്തിൽ നീ വിചാരിച്ചു ആരും കണ്ടില്ല കേട്ടില്ല എന്നുള്ള കാര്യം. മകളെ, ഞാനത് കുറിച്ചു വച്ചിരിക്കുന്നു. തക്ക സമയത്ത് ഞാൻ നിനക്ക് ഉത്തരം തരുമെന്ന് ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ, പൈപ്പിന്റെ ടാപ്പ് തുറന്നിട്ടിട്ട് അവിടെ നിന്ന് കരഞ്ഞ കാര്യം, ഹല്ലേലൂയ, മറ്റാരും അറിഞ്ഞിട്ടില്ല. വെള്ളം വീഴുന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ആരും കേട്ടിട്ടില്ല എങ്കിലും, ആരും കണ്ടിട്ടില്ലെങ്കിലും, അവൻ എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. അവൻ എന്റെ യാചനയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാ എനിക്ക് അടുത്ത ദിവസം എനിക്ക് മറുപടി തന്നു, ഇതാ പൊയ്ക്കൊള്ളാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകും. നാട്ടിലേക്ക് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് പോയത്. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ സമയത്ത് ആക്ച്വലി ഒരാള് 10 വയസ്സും അടുത്തയാള് 7 വയസ്സും പ്രായമുണ്ട്. അന്നേരം അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ആദ്യം കരുതി ഇന്ത്യയിലൊക്കെ ഉള്ളതായ മിഷൻ പ്രസ്ഥാനങ്ങളിലൊക്കെ കടന്നു പോയിട്ട് അവിടെയൊക്കെ ചെയ്യുന്ന വേലകളൊക്കെ ഒന്ന് കാണുകയും കുറച്ച് ആത്മീയ അനുഭവം ഉണ്ടാക്കാമെന്നുള്ള ചിന്ത ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കടന്നുപോയി. പോയപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്തു. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുടെയും TC വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ മമ്മിയുടെ കൊടുത്തതിന് ശേഷമായിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഇനി ആ TC വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ആരെങ്കിലും വല്ലതും പറഞ്ഞാലോ അല്ലെങ്കിൽ നിൽക്കുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞാലോ എന്ന് കരുതിക്കൊണ്ട് ആ വഴി അങ്ങ് അടച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആ 3 മാസങ്ങൾ ഞങ്ങൾ 2 പേരുടെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി. ആരും വിളിച്ചിട്ടോ എടുത്ത് ശുശ്രൂഷ പോയ വളരെ ചുരുക്കമാണ്. പക്ഷെ എന്നാൽ ആ ശുശ്രൂഷയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാക്ട്ലി തീച്ചൂളയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്നവർ നാട്ടിലൊക്കെ സുവിശേഷ വേലയ്ക്കോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കോ പോകുവാൻ നമ്മൾ താല്പര്യപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. എനിക്ക് ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തമായ നിയോഗവും അതുപോലെ തന്നെ ശക്തമായ കോളിങ്ങും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തളർത്തി കളയുവാൻ പൈശാചിക ശക്തികൾ അവരുടെ കംപ്ലീറ്റ് കൺസോൾട്ടേഷനുമായി വരും. അവർ ഏതൊക്കെ നിലയിൽ വരുമെന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. ആ 3 മാസങ്ങൾ ഞങ്ങൾ കടന്നുപോയ സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ ടൈമായിരുന്നു, വളരെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ ഒടുവിലായി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മിഷൻ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ബോംബെയിൽ പോയി താമസിക്കുവാൻ താല്പര്യപ്പെട്ടു. ബോംബെയിൽ പൻവേലിൽ താമസിക്കുവാനാണ് ആഗ്രഹിച്ചത്. കാരണം പൻവേലിൽ താമസിക്കുവാനുള്ള താല്പര്യം കൊങ്കൺ ഏറിയാൽ പ്രവർത്തിക്കാനുള്ള താല്പര്യമാണ്. കൊങ്കണെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയുമ്പോൾ ഞാൻ പറയാം. അത് നമ്മുടെ വിഷന് വേണ്ടി വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞ അതിലേക്ക് വരാം. ഞങ്ങൾ ബോംബെയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ താല്പര്യപ്പെട്ടു. ഞങ്ങൾ പോകാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അന്നേരം അന്ന് തൽക്കാൽ ടിക്കറ്റ് നമുക്ക് ഉണ്ട്. തലേ ദിവസം പോയി നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് പോകാൻ തക്കവണ്ണം കഴിയും. പക്ഷെ എന്നാൽ ഒരു പ്രശ്നം, എൻ്റെ മൂത്ത മോൾക്ക് അന്ന് 10 വയസ്സുണ്ടെന്ന് പറഞ്ഞില്ല, അവള് അന്നേരം ഇവർ മമ്മിയുമായിട്ട് അവർ 2 പേരും തിരിച്ച് ഇവിടെ തിരിച്ച് 2 പേരും തിരിച്ച് ഇവിടെ വന്നു, വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് പോകാന്നുള്ള ചിന്തയിൽ ഇങ്ങനെ തിരിച്ച് ബോംബെയിലോട്ട് വരാന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മൂത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അന്ന് 10 വയസ്സുണ്ട്, അവൾക്ക് വയറിനൊരു വേദന. ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചു, ഒരു കുഴപ്പമില്ല. അടുത്ത ഡോക്ടറെ കാണിച്ചു, ഒരു കുഴപ്പമില്ല.
ഞങ്ങൾക്ക് അല്പം ഒരു പ്രയാസം വന്നു, എന്ത് പറ്റി? അതിനുശേഷം ഒരു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്യുന്ന കാര്യം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കുഞ്ഞിന് നോക്കുമ്പോൾ ഉടനെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. അന്നേരം കുഞ്ഞുങ്ങളൊക്കെ ആണല്ലോ, അന്നേരം ഈ ചോക്ലേറ്റിന്റെ വല്ല അലർജി വല്ല ആയിരിക്കും എന്ന് കരുതിക്കൊണ്ടൊക്കെ മാറ്റി നോക്കി. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി പോകുന്നതിന് മുൻപ് ആ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ദൈവദാസൻ, അത് ഞങ്ങളുടെ സഭയിൽ തന്നെയുള്ള ദൈവദാസന, ഞങ്ങളുടെ ലോക്കൽ ചർച്ചിലുള്ള തന്നെ വേറൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ് വന്നത്. ഈ ദൈവദാസന് വന്നതിന് ശേഷം ഉടനെ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞതായ ഒരു കാര്യം, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയക്കാൻ നേരെ കാറ്റും കോളും ഒക്കെയും കടന്നു വന്നു. എന്നാൽ കർത്താവ് വാക്ക് പറഞ്ഞ കർത്താവ് ശിഷ്യന്മാരെ അവരുടെ പടക് അക്കരയ്ക്ക് അടുത്തു. ആ വചനമാണ് അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, യാത്രയുണ്ട്, പക്ഷേ എന്നാൽ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല, പോകുന്നതിനെ കുറിച്ച്. യാത്രയുണ്ട്, എന്നാൽ ഈ യാത്രയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വലിയ കാറ്റ് മുന്നിൽ കടന്നു വരും, എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങളെ അക്കരയ്ക്ക് ഞാൻ നിങ്ങളെ എത്തിക്കും എന്നുള്ളതായ വചനവും കർത്താവിന്റെ ദാസൻ പറഞ്ഞു. അന്നേരം അതിനുശേഷം ഞങ്ങൾ രാവിലെ പിറ്റേന്നായപ്പോഴത്തേക്ക് അടുത്ത ദിവസം ടിക്കറ്റ് എടുക്കാന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞിന് ഭയങ്കര വയറ്റ് വേദന, എങ്ങനെയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്, അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ വല്ലതും കാണിച്ച് തിരുവനന്തപുരത്ത് വേറെ എവിടെയെങ്കിലും പോയതിനു ശേഷം കാണിക്കാമെന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ ഞാൻ രാവിലെ ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചു, അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ബ്ലസ്സിയോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞിനോട് വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ പറയുമ്പോൾ ഉടനെ കുഞ്ഞിന് വയ്യാലോ, എന്തോ ചോദിച്ചാൽ നമുക്ക് ഇവിടെ പോകാമല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകണം, എന്താ ചെയ്യുന്നതിനെ കുറിച്ച്, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ ആ ടിക്കറ്റ് എടുക്കുന്നത് വരെയും വിളിക്കുമ്പോൾ ഉടനെ പ്രശ്നമായിരുന്നു. ടിക്കറ്റ് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം വിളിക്കുമ്പോൾ പറഞ്ഞ കാര്യം, കുഞ്ഞ് ഇപ്പോൾ ഉറങ്ങിയെന്ന് പറഞ്ഞു. അവൾക്ക് വേദനയും ഇല്ല, കുഞ്ഞ് ഉറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അതിനുശേഷം ഞങ്ങൾ ബോംബെയിൽ ഇത്രയും നാൾ ഞങ്ങൾ നാട്ടിൽ കുറെ വർഷങ്ങൾ ഞങ്ങൾ താമസിച്ചു. ഈ ഒരു രോഗം അവൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ യാത്രയ്ക്ക് മുമ്പുള്ള പല ടെസ്റ്റുകളിൽ അവസാനത്തെ ടെസ്റ്റായിരുന്നു അത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിശ്വാസത്തോടെ ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ രോഗം മാറി. സുഖത്തോടെ ഞങ്ങൾ അവിടെ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ മുന്നോട്ട് ചില കാലുകൾ വെക്കാൻ തുടങ്ങുമ്പോൾ, ചില സ്റ്റെപ്പുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ, ചില ചെങ്കടലുകൾ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ കർത്താവ് ആ ചെങ്കടലിനെ മാറ്റി എന്നെ ആ മരുഭൂമിയിൽ കൂടെ നടത്തി, അല്ലെങ്കിൽ യോർദാൻ വറ്റിച്ച് വാഗ്ദത്ത കനാലിൽ എന്നെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്മാറിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ശരണപ്പെടുക, ദൈവസന്നിധിയിൽ വിധേയപ്പെടുക. കാരണം ഇത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോകുകയാണ്. പിശാച് അവന്റെ റെസിസ്റ്റൻസ്, അവന്റെ ശക്തി, അതല്ലെങ്കിൽ അവന്റെ ചില അടവും കൂടെ എടുക്കാൻ വേണ്ടി ദൈവം ഒരു പക്ഷെ അനുവദിച്ചെന്ന് വരും. പക്ഷെ അവൻ വിജയിക്കത്തില്ല, അവന് വിജയിക്കാൻ പറ്റില്ല. കാരണം സൈന്യങ്ങളുടെ നായകനായ കർത്താവ് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ ആർക്ക് നമ്മളെ തൊടാൻ തക്കവണ്ണം കഴിയും? ഹല്ലേലൂയ. ജയവീരനായ കർത്താവിന്റെ കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ ഒരു ശക്തിക്കും ഹല്ലേലൂയ നമ്മളെ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് ആ ഒരു കാര്യത്തോടെ കൂടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ രണ്ടാമതൊരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നീ നോർത്തിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. നിനക്ക് പോരാട്ടമുള്ളത് ഹല്ലേലൂയ ഈ അന്ധകാര ശക്തികളോടാണ്, ഹല്ലേലൂയ ഈ പൈശാചിക ശക്തികളോടാണ്. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ടെസ്റ്റ് തന്നു. ആ ടെസ്റ്റിൽ ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾക്കറിയാം ഹല്ലേലൂയ പൈശാചിക മണ്ഡലത്തോട് പോരാടുന്ന ശുശ്രൂഷയായിരുന്നു ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചത്. എന്നാൽ അതിനു മുമ്പുള്ള ഒരു ടെസ്റ്റ് പാസ്സാകണം. ഹല്ലേലൂയ. ഇന്ന് ചില ടെസ്റ്റുകളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവജനം എന്നെ കേൾക്കുന്നുണ്ട്. ദൈവമക്കളെ, അത് ഫൈനൽ അല്ല. ഹല്ലേലൂയ. അതിന് മുൻപിൽ പതറേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് തക്ക സമയത്ത് വിജയം നടത്തുവാനിടയായിത്തീരും. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഞങ്ങൾ
ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ കൊങ്കണിലേക്ക് വന്നു. കൊങ്കണിൽ വന്നപ്പോൾ ഈ പൻവേയിൽ വന്ന് താമസിക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ കൊങ്കണിനെ കുറിച്ച് പഠിക്കുവാൻ കൊണ്ടം ഇടയായി. അവിടേക്കാണല്ലോ പോകുന്നത്. അപ്പോഴാണ് ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത്. അതെനിക്ക് വലിയൊരു ആവേശം തന്നു. കാരണം കൊങ്കൺ റെയിൽവേ കുറിച്ച് അറിയാം. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ ബോംബെയിൽ നിന്നും പിന്നെ കൊങ്കൺ വാലിയിൽ കൂടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ പൻവേൽ മുതൽ ആ കോസ്റ്റൽ ഏരിയയിൽ കൂടെ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയയിൽ കൂടെ പടിഞ്ഞാറ് ഭാഗത്ത് ആ കോസ്റ്റൽ ഏരിയയിൽ കൂടെ താഴെ വരെ അങ്ങ് മംഗലാപുരം വരെ എത്തിച്ചേരുന്നതായ ചെല്ലുന്ന ആ സ്ഥലമാണ് ഈ കൊങ്കൺ കിടക്കുന്നത്. എന്നാൽ ഈ ഒരു റൂട്ട് ഒരു പ്രത്യേകതയുണ്ട്. വാൾവാക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻ റെയിൽവേയിൽ വന്നു. ഇന്ത്യൻ റെയിൽവേയിൽ ആ സമയത്ത് മുൻപ് വരെ ആ ബോംബെയിൽ നിന്നും മഹാരാഷ്ട്ര വഴി അല്ലെ തമിഴ്നാട് വഴി ഇങ്ങനെ ചുറ്റിയാണ് ഇങ്ങനെ പിന്നെ മംഗലാപുരത്തോ അതല്ലെങ്കിൽ കൊച്ചിയിലേക്കോ പിന്നെ ട്രെയിനുകൾ വരാറുള്ളത്. എന്നാൽ ഇദ്ദേഹം ഈ ഇന്ത്യയുടെ മാപ്പ് കിടക്കുമ്പോൾ റെയിൽവേയുടെ മാപ്പ് നോക്കുമ്പോൾ എല്ലാ മാപ്പും ബോംബെയിൽ വന്നതിന് ശേഷം അവിടെ നിന്നും തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും ഇങ്ങനെ ചുറ്റിപ്പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ടു. ഏതാണ്ട് 2.5 ദിവസം വരെ എടുത്ത് വേണം ബോംബെയിൽ വരുവാൻ തക്കവണ്ണം. പണ്ടിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർ, മംഗളയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരും അല്ലേ. ബോംബെ താനെ എക്സ്പ്രസ് ഒക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ കഴിയും ഇത്രയും ചുറ്റി അവിടെ വരണം. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സ്കെച്ച്, ഒരു മാർക്കർ കൊണ്ട് അദ്ദേഹം പനവേൽ മുതൽ മംഗലാപുരം വരെ ഒരു വര വരച്ചു. ഒരു വര. ആ വരയുടെ പേരാണ് കൊങ്കൺ റെയിൽവേ എന്ന ലൈൻ. നോക്കുക, ഒരു മനുഷ്യന്റെ ദർശനമാണ് അയച്ചത്. ഒരു മനുഷ്യന്റെ ദർശനം ഇന്ത്യയിലെ സഞ്ചാര പദത്തെ മാറ്റിക്കളഞ്ഞു. ഇന്ന് മനോഹരമായ ഭൂമിയിൽ കൂടെ അല്ലെങ്കിൽ സുന്ദരമായ റിസോർട്ട് പോലെ ഇരിക്കുന്നതായ ആ ഭൂമിയുടെ വശത്തുകൂടെ യാത്ര ചെയ്യുവാൻ ഒരു ദിവസം വരെ 24 മണിക്കൂറിൽ കൂടുതൽ ലാഭമുണ്ടാക്കി തന്നത് ആ ഒരു മനുഷ്യന്റെ ദർശനമാണ്. ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദർശനമുണ്ട്. പലർക്കും കാണുവാൻ കഴിയാത്ത കാഴ്ചകൾ നമ്മൾ കാണുവാൻ തക്കവണ്ണം കഴിയണം. അല്ലെങ്കിൽ പലർക്കും അറിയുവാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുവാൻ തക്കവണ്ണം കഴിയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന വഴികൾ എപ്രകാരമാണ് എന്ന് നമുക്കറിയുകയില്ല. തീർച്ചയായും എന്നെ കേൾക്കുന്ന ഓരോ ദൈവം ഇതിനോട് പറയാൻ തക്കവണ്ണമുള്ളത്, ഇന്ത്യയുടെ മാപ്പെടുത്ത്, ലോകത്തിന്റെ മാപ്പെടുത്തുകൊണ്ട് സ്തോത്രം ഈ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. രാത്രി നോക്കിയ 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് 4 മണിക്ക് അങ്ങനെ സമയഭേദമില്ലാതെ ഓരോ രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായ ഈ ദൈവജനം ഈ പ്രയർ ഗ്രൂപ്പിൽ കേൾക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇവരറിയുന്നില്ല പരിശുദ്ധാത്മാവിൽ ഇവർ മാർക്കർ കൊണ്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് ചില മേഖലകളെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കാൻ ഒരു വിഷയം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. വാൾമാർട്ടിലോ വല്ലതും പോയതിനു ശേഷം $15-20 കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മാപ്പ് മേടിക്കാൻ കിട്ടും. വേൾഡിന്റെ മാപ്പ്, ഈ അമേരിക്കയുടെ മാപ്പൊക്കെ മേടിക്കാൻ ലഭിക്കും. അത് കൊണ്ടുവന്നതിന് ശേഷം ഭിത്തിയിൽ കൊണ്ടുവന്ന് അത് പിൻ ചെയ്തതിനു ശേഷം അതിന്റെ മുകളിലോട്ട് കണ്ണടച്ചു കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. എവിടെയാ കൈവച്ചെന്നോ, എവിടെയാണ്, ഏത് രാജ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല. വിശ്വാസത്തോടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിലേക്ക് രാജ്യത്തെ, ആ ജനങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിത്യ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അറിയും, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വ്യർത്ഥമായി പോയില്ല എന്നുള്ള കാര്യം. ഹല്ലേലൂയ. ദർശനം എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുവാനൊക്കെ ഇടയായി തീരണം. സ്തോത്രം. മുന്നോട്ട് കടന്നു പോകട്ടെ. ഞങ്ങൾ താമസമായി. പനവേലിൽ താമസിക്കുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞിട്ടുള്ളതായ ഒരു അനുഭവമാണ് എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. എന്നാൽ ഞങ്ങൾ പനവേലിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ചിന്താഗതി, ഇവിടെയാണോ ദൈവം ഞങ്ങളെ ആക്കുന്നത്? നോക്കുക, നമ്മൾ വിശാലമായ ഒരു രാജ്യത്ത് നിന്നാണ് നമ്മൾ വന്നത്. സ്തോത്രം. വന്നതിന് ശേഷം വീണ്ടും ഒരു പട്ടണത്തിലേക്ക്, നവി മുംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പൻവേല്. അപ്പോൾ ഇവിടെയാണോ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നത്? എന്താ ദൈവത്തിന്റെ ഉദ്ദേശം? എന്താണ് ദൈവത്തിന്റെ പദ്ധതി? എന്താണ്? അങ്ങനെ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈ കൊങ്കണിൽ, ഈ പനവേലിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള കാരണം എന്താണ്? അന്നേരം ഞങ്ങൾക്കന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എടുത്ത് തരാൻ, ഞങ്ങളുടെ ആ ഫ്ലാറ്റ് എടുത്ത് തരാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതായ ഒരു ജോൺസൺ ബ്രദർ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മനോരമയുടെ പത്രം ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഒരു പത്രം ഇടാന്ന് പറഞ്ഞു. അന്ന് അടുത്ത ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ പത്രം വായിക്കുമ്പോൾ, പത്രം എടുക്കുന്ന സമയത്ത് അതിനകത്ത് മെട്രോ മനോരമ എന്ന് പറയുന്ന ഒരു എഡീഷൻ, ഒരു പേപ്പർ അകത്തുണ്ട്. അന്നേരം ഈ പേപ്പർ ഞാൻ ആദ്യം, അതാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. മെസ് ടേബിളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു പേജാണ് വന്നത്. ആ പേജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്,
പനവേൽ കൊങ്കണിന്റെ കവാടം. ഓ ദൈവമക്കളെ, വാർത്ത വായിച്ച് നമ്മൾ പ്രൈസിലോട് പറയൂ? വാർത്ത വായിച്ച് അന്യഭാഷ പറയൂ? സത്യം പറഞ്ഞ ആ വാർത്ത കേട്ട് ശരിക്കും അന്യഭാഷ പറഞ്ഞു പോയി. ഞാൻ ഇന്നലെ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ കർത്താവെ പനവേലി കൊണ്ടുവന്നത്? ഇതാ മനോരമക്കാരെ കൊണ്ട് ദൈവം പ്രിന്റ് ചെയ്യിപ്പിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരികയാണ്. നോക്കടാ, പനവേല് മുംബൈയുടെ കൊങ്കണിന്റെ കവാടത്തിലാണ്. എടാ, കൊങ്കൺ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഗേറ്റ് വേയിലാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് തെറ്റുപറ്റിയോ, എന്തിനാണ് എന്നെ ഈ സാഹചര്യത്തിൽ കൊണ്ടുവന്നത്, എന്തിനാണ് ഇങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആക്കിയിരിക്കുന്നത്? വിഷമിക്കേണ്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് തെറ്റു പറ്റിയിട്ടില്ല. അവൻ നമ്മളെ ആക്കിയിരിക്കുന്നത് ചില ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. ദൈവത്തിന് ചില താല്പര്യങ്ങൾ നമ്മളെ കുറിച്ചുണ്ട്. അല്ലെങ്കിൽ പിന്നീട് മാത്രമേ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ അവിടെ താമസിക്കുവാൻ കോണം ഇടയായി തീർന്നു. ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ അവിടെ നിന്ന് വേല ആരംഭിച്ചു. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ അവിടെ ഉൾഗ്രാമങ്ങളിലേക്ക് 16 കിലോമീറ്റർ ദൂരെയുള്ളതായ ആ പ്രദേശങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കാൻ തക്കവണ്ണം ഒരിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് രാവിലെ ഞങ്ങൾ അവിടെ യാത്ര തിരിച്ചു കുറെ നേരം ഡ്രൈവ് ചെയ്ത് പോയി. എന്റെ കൂടെ ഗുജറാത്തിലുള്ളതായ 2 സഹോദരന്മാരുണ്ട്, പിന്നെ മഹാരാഷ്ട്രയിലുള്ളതായ ഒരു സഹോദരനുണ്ട്. ഇങ്ങനെ 2-3 സഹോദരന്മാർ എന്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളിൽ കയറിന് ശേഷം അവിടെയെല്ലാം സുവിശേഷമൊക്കെ പറയും, ആൾക്കാർ അവിടെ സംസാരിക്കും, അവരുടെ എത്രമാത്രം അടുത്ത് ഇടപഴകാൻ പറ്റുമോ അത്രമാത്രം അടുത്ത് ഇടപഴകും. അതിനുശേഷമായി ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ആ രീതിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് അറിയുന്നില്ല. അങ്ങനെ അന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു റോഡ്, മനോഹരമായ ഒരു റോഡ്, പുതിയൊരു റോഡാണ്. എന്നിട്ട് ഈ റോഡ് ഇങ്ങനെ മുന്നോട്ട് ടാറൊക്കെ ചെയ്തിങ്ങനെ നല്ലതായിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതുവഴി ഞങ്ങൾ മുന്നോട്ട് പോയി എവിടെ ചെന്ന് എൻഡ് ചെയ്യാൻ നോക്കാന്ന് കരുതി. ഈ വഴി ചെന്ന് എൻഡ് ചെയ്തത് ഒരു ഗ്രാമത്തിലാണ്. പക്ഷെ ഈ ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേര് മാലുങ്കി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ചെന്നു. അന്നേരം 1-2 പേര് ആൾക്കാർ വന്നു, എന്താ കാര്യം എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോർപ്പിയോ എന്ന് പറയുന്ന ഒരു മഹേന്ദ്രയുടെ സ്കോർപ്പിയോ എന്ന് പറയുന്ന വാഹനമാണ്. എന്നാൽ ഇതിനകത്ത് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉടനെ കുറച്ച് പേര് വന്നു. അവർ ചോദിച്ചു എന്തുകൊണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങൾ എന്താണ് വന്നെന്നെല്ലാം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ പരമേശ്വർ യേശു മെസ്സിയെ കുറിച്ച് പറയുന്നവരാണ്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറയാൻ വേണ്ടി വന്നതാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നല്ല കാര്യമാണ്, ഞങ്ങളോട് യേശു മെസ്സിയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഇവിടെ ഞങ്ങൾ സാറിന് ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അവരങ്ങനെ താല്പര്യം പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ ഒരിടം തരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അന്നേരം അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ പ്രാർത്ഥിക്കാം. നോക്കിയപ്പോൾ എല്ലാം ചെറിയ ഹട്ടുകളാണ്, ചെറിയ നമ്മൾ നേരെ ഒരു വീട്ടിനകത്ത് കയറിയാൽ നേരെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തല മുട്ടും, അതുപോലുള്ളതായ വീടുകളാണ് അവിടെ ഉള്ളത്. എന്നാൽ അതിന്റെ നടുക്ക് നോക്കിയപ്പോൾ ഒരു വീട് മാത്രം നല്ല പൊക്കത്തിൽ ഇഷ്ടികയെല്ലാം കൊണ്ട് കെട്ടി നല്ല ഉയരമുള്ള ഒരു വീട് കണ്ടു. എന്നാൽ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ നല്ലൊരു വീടായിരിക്കും, ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നിന്നു. ഞങ്ങളോട് ചോദിച്ചു, ഇവിടെ ഒരു വീട് തരണം, ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ വരാം. എന്നിട്ട് അങ്ങനെ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്ന വീടെന്ന് പറഞ്ഞാൽ ഏത് വീടെന്നറിയാമോ? അവിടുത്തെ ഏറ്റവും വലിയ വീടാണ് ഞങ്ങൾക്ക് തന്നത്. ഇഷ്ടികയോട് കെട്ടി പൊക്കമൊക്കെ ഉള്ള നല്ല മനോഹരമായ ഒരു വീട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പ്രൊവിഷനോട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഒരാഴ്ച വന്നു ആൾക്കാർ വരാൻ തുടങ്ങി, അടുത്ത ആഴ്ച വന്നു ആൾക്കാർ വരാൻ തുടങ്ങി. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ കൂടി, കുറേ ആൾക്കാർ, ഒരു 10-30 പേരോളം അവിടെ വരാൻ തുടങ്ങി. ഒരു വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവിടെ വരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഈ സഹോദരി വരുമ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഉടനെ വളരെ വളരെ നിരാശയോടുകൂടിയാണ് ഇവർ വരുന്നത്. എവിലെന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഇവർ വളരെ നിരാശയോടുകൂടി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. ഞങ്ങൾ അവരെ കാണുമ്പോഴെല്ലാം വിചാരിച്ചു, എന്തൊരു കഷ്ടമാണ്, ഇവർക്ക് എന്തോ പ്രയാസം ഉണ്ടെന്നൊക്കെ കരുതി. ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവസന്നിധി ശക്തമായി ആരാധിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സഹോദരി പെട്ടെന്ന് എഴുന്നേറ്റതിന് ശേഷം ഒരു പാമ്പ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് പോലെ അങ്ങ് നൃത്തം ചെയ്യുന്നു. എക്സാക്ട്ലി ഒരു പാമ്പ് എങ്ങനെ നൃത്തം ചെയ്യുന്നു അതുപോലെ ശരീരം വളഞ്ഞ് അവൾ നൃത്തം ചെയ്യാൻ തക്കോണം തുടങ്ങി. അപ്പോഴേക്കും ആൾക്കാരെല്ലാം നാഗ് പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ മാറാൻ തുടങ്ങി. അതിനുശേഷം ഉടനെ അപ്പോഴേക്കും ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ആക്ച്വലി ആരാണ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പലരും ഈ പിശാചിനോടൊക്കെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിൽ ഞാൻ കരുതി ആരാണ് അറിയാം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന്
ആരാൻ ചോദിച്ച സമയത്ത് പറയും ഇത് പിന്നെ പിന്നെ പോകുക, ഞാൻ പോകുക, ഐ എം ലീവിങ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അടുത്ത ചോദ്യത്തിന് ഇവള് ഉത്തരം പറഞ്ഞു, പേര് പറഞ്ഞു, എൻ്റെ പേര് കാർത്തിക എന്ന് പറഞ്ഞു. കാർത്തിക എന്നുള്ള പേരങ്ങോട്ട് പറയുകയും ദൈവമക്കളെ അവിടെയുള്ള ഗ്രാമവാസികളിലെ ഇവിടെ അടുത്ത് അങ്ങ് മാറി, ഷോക്ക്ഡായിട്ട് അങ്ങ് മാറി. എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. എന്നാൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മറാത്തിക്കാരനൊരു പയ്യനാണ്, അന്നേരം ആ ലോക്കലുള്ള ഒരു സഹോദരനാണ്. അന്നേരം ഈ പിന്നെ മറാത്തിക്കാരനായ ഈ സഹോദരന് വിശ്വാസത്തിൽ വന്നിട്ടൊന്നുമില്ല. വിശ്വാസത്തിൽ ആദ്യം ഇങ്ങനെ ആ സമയത്തൊക്കെ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് വരുന്നു. അന്നേരം നന്നായി ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. പിന്നെ തുടർന്ന് ഞങ്ങളോട് എപ്പോഴും ഉണ്ടായിരുന്നു, ആദിത്യം എന്ന് പറയും. അതായത് ഈ സഹോദരൻ പെട്ടെന്ന് അവന്റെ മുഖത്ത് ഭയങ്കര ഒരു പേടി പോലെ. ഞങ്ങൾ ചോദിച്ചു എന്താ കാര്യം, എന്താ പേടിക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചു. അന്നേരം ഉടനെ അടുത്തിരുന്ന ആള് പറഞ്ഞു, ഈ കാർത്തിക എന്ന് പറയുന്ന ഇവിടെ ഒരു സഹോദരിയാണ്. ഈ സഹോദരി ചില ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തു, മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. അന്നേരം ആ പെൺകുട്ടിയുടെ പേരാണ് ഈ കാർത്തിക. അപ്പോൾ ഇവർ വിശ്വസിച്ചത് ഈ കാർത്തിക ഇവിടെ ശരീരത്തിൽ കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത് പിശാചിന്റെ തന്ത്രങ്ങളിലൊന്നാ നമുക്കറിയാം. നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശക്തമായി നമ്മൾ പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ അവളെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഭൂതം അവളെ വിട്ടുപോയി. ഭൂതം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ അവിടെ നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് അവിടെ സംഭവിച്ചത്. ഇവളുടെ വീട്ടിൽ നേരത്തെ ഇവൾ താമസിക്കുന്ന ഇവിടെ ഭർത്താവ് ദിലീപ് എന്ന് പറയുന്ന വളരെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. അന്നേരം ആ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് തലവേദന ഉണ്ടാകുകയാണ്. അത് മാത്രമല്ല മറ്റൊരു പ്രശ്നമുണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു മറ്റൊരു പ്രശ്നമുണ്ട്. വീടിനകത്ത് കയറി കഴിഞ്ഞാൽ എന്നും രാവിലെ എഴുന്നേറ്റ് വരുന്നത് പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എത്ര വീട്ടിനകത്ത് കെട്ടിയിട്ടാൽ പോലും രാവിലെ പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അതിന് വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ വീട്ടിനകത്ത് കയറിയ ഭയങ്കര തലവേദനയാണ്. എന്നാൽ അന്നൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, അന്ന് ഈ പെൺകുട്ടിയിൽ നിന്നും ഈ ഭൂതം പോയതിന്റെ അന്ന് അടുത്ത ദിവസം ദിലീപ് ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം. പാസ്റ്ററെ ഇന്നലെ വീട്ടിൽ കിടന്നുറങ്ങി, ഇന്നലെ ഒരു പ്രശ്നവും തലവേദന ഉണ്ടായില്ല, കുഴപ്പവും ഉണ്ടായില്ല. ഇപ്പോൾ ഗ്രാമവാസികൾക്ക് മനസ്സിലായി ഇവളെ ബാധിച്ചിരുന്ന ഭൂതമാണ് ഈ പ്രശ്നം. പിന്നെ ആ ഗ്രാമത്തിലുള്ള പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ചക്രം എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഈ മയക്കം, അല്ലെങ്കിൽ ഇങ്ങനെ അതിന് ചക്രന്റെ ആത്മാവിനെ ഞങ്ങൾ ശാസിക്കാൻ തുടങ്ങി. ഈ ഹിന്ദിയൊക്കെ പഠിച്ച് അതൊക്കെ വെച്ചതിന് ശേഷം ഉടനെ പിന്നെ ചക്രന്റെ ആത്മാവിനെ, അല്ലെങ്കിൽ തലവേദനയുടെ ഈ ആത്മാവിനെ ഞങ്ങൾ ഈ മയക്കത്തിന്റെ ആത്മാവിനെ ശാസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഊമനും ബദിരനുമായ ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പിശാചുക്കളുടെ കാര്യം പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അതിനടുത്ത ദിവസം നോക്കിയപ്പോൾ ഉടനെ എന്ത് ചെയ്യുന്നു, ഇതാ ഈ പെൺകുട്ടി ഇവള് അടുത്ത ഞായറാഴ്ച വരിക. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ബൈബിളും ഒക്കെ ഒരു കൊച്ചിന് പുതിയ നിയമമൊക്കെ പിടിച്ച് കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞുവല്ലോ, അന്ന് അവർക്ക് 10 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 15 വയസ്സായിട്ടില്ല. മൂത്താൾക്ക് ഇളയ രണ്ടുപേരുടെ പറയുക, ഇന്ന് കണ്ടായിരുന്നോ, ഇന്ന് എമിലിയെ കണ്ടായിരുന്നോ? ആക്ച്വലി എന്തൊരു ശാന്തയായിട്ടാണ് വന്നത്, മുഖത്ത് കണ്ടോ? ആക്ച്വലി ദൈവമക്കളെ, ഞങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹങ്ങളുള്ള ഒരു കാര്യം ഇതായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് വളർന്നു, അവർ വാസ്തവമായി ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കണം, അവർ തിരിച്ചറിയണം. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളോട് നിങ്ങൾ സംസാരിക്കുക. നോർത്തിലായിരുന്ന സമയത്താണ് അവർ ജീവനുള്ള ദൈവത്തെ അവർ ശരിക്കും കാണാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കാരണം എന്താണ്? അവരുടെ മുൻപിൽ അനുഭവങ്ങൾ ഒന്നായിട്ട്, ഞങ്ങൾ എന്തെങ്കിലും ഈ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കുഞ്ഞുങ്ങൾ ഉടനെ പറയും, അല്ലേ ഡാഡി അത് വിട്ടുപോയി കേട്ടോ, ആ പേരല്ല ഈ പേരാ കേട്ടോ. കാര്യം അവർക്ക് കൃത്യമായി അറിയാം. ഇന്ന് അതുകൊണ്ട് ഈ ദൈവത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ട ആരെയാണ്? ഒരു ദൈവത്തെ അനുഭവിച്ചറിയണം. അവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഒരു ദൈവമുണ്ട് എന്ന്, ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അനുഭവം അവർ കണ്ടതാണ്. തുടർന്ന് ദൈവമക്കളെ പറയട്ടെ, തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു. 4ാമത്തെ ആഴ്ചയായപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന 4ാമത്തെ ആഴ്ച വന്നതിന് ശേഷം അവിടെയുള്ളൊരു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സഹോദരൻ പറഞ്ഞു, പിന്നെ പാസ്റ്ററെ ഇതേപോലെ ഈ വീടിന്റെ വീടിന്റെ മുതലാളി ഈ വീടിന് വന്ന് ഇനി താമസിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന നടത്തുന്നതിന് കുഴപ്പമില്ല, സൺഡേ മാത്രമല്ല ഉള്ളൂ, പ്രാർത്ഥന നടക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സംശയം ഞങ്ങൾ പ്രകടിപ്പിച്ചു.
എന്താണ് അത് പറയാൻ കാരണം? നേരത്തെ വന്നപ്പോൾ വീട്ടിൽ വന്ന് താമസിച്ചു, മാലിക്ക് വിടില്ല, എന്താ വരാൻ മോടെ കൂടെ താമസിക്കാന്ന് പറഞ്ഞു. പക്ഷെ 4 ആഴ്ച കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന ഉടനെ കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ കാര്യം എന്താ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മറ്റൊരു കാര്യം, മറ്റൊരു അത്ഭുതം അവിടെ നടന്ന കാര്യം ഞങ്ങൾ അറിയുന്നത്. കാരണം ഈ വീട് ഒരു ഹോണ്ടഡ് ഹൗസ് ആയിരുന്നു. ഈ വീട്ടിൽ മാലിക്ക് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഈ വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവരുടെ ബാക്കിൽ ഒരു വിൻഡോ ഉണ്ട്, ഒരു കോളം, ഒരു ചെറിയൊരു കോളം വെച്ചിട്ടുണ്ട്, ഇത് പിന്നെ അലമാരിയും മറ്റും ചേർത്ത് വെക്കാനോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. ആ കോളത്തിനകത്തൂടെ രാത്രിയാകുമ്പോൾ ഉടനെ ഒരു പിശാച് കയറി വരും. അവർ പറഞ്ഞ ഒരു കറുത്ത രൂപം കയറി വരും. കറുത്ത രൂപം വന്നതിന് ശേഷം, അകത്ത് വന്നതിന് ശേഷം ഇവരെ എടുത്ത് പുറത്ത് കളയും. ഇതാ പണി. അന്നേരം ഇതുകൊണ്ട് അവിടെ കിടക്കാൻ പറ്റത്തില്ല. അവരെ കിടക്കാതെ അവസാനം ഇവർ ഈ വീട് ഉപേക്ഷിച്ചു പോയതാ. അന്നേരം അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളെ കാണുന്നത്. അന്നേരം അവര് വിചാരിച്ചു, എങ്കിൽ ഇവരെ നമ്മളായിട്ട് ഓടിച്ചു വിടണ്ട, പിശാചി ഞങ്ങളെ ഓടിച്ചു വിട്ടോളൂ എന്ന് കരുതിക്കൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് വന്നപ്പോൾ സന്തോഷത്തോടെ അവിടുത്തെ ഏറ്റവും വലിയ വീട് തന്നെ തന്നത്. എന്നാൽ പ്രാർത്ഥന 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ, രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉടനെ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹം ആ വീട്ടിൽ വന്ന് രാത്രി വന്ന് ഒരു ദിവസം രാത്രി കിടന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് ഒരു പിശാചും വന്നില്ല. അന്നേരം അദ്ദേഹം ശാന്തമായി അവിടെ കിടന്നുറങ്ങി. രാവിലെ സുഖമായി എഴുന്നേറ്റു. എന്തോ മാറ്റം വന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് കിടന്നു. ഒരു കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായി സംഭവം വിട്ടുപോയി. ദൈവമക്കളെ, നമ്മൾ നമ്മൾ ചെയ്താൽ മതി. ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. നമ്മൾ നോട്ടീസ് അടിച്ച് നാട്ടിലൊക്കെ പറയേണ്ട ആവശ്യമില്ല. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്താക്കുന്നു, ഇവര് പോയി നോട്ടീസ് അടിച്ചോളും. ഇവര് പോയി പറഞ്ഞു, ഇവിടെ ഇതാ ഈ യേശു മസിയുടെ സേവകായി ഇവിടെ വന്നതിന് ശേഷം ഇവരെല്ലാം കൂടെ വന്ന് പ്രാർത്ഥന തുടങ്ങി, ഞങ്ങളുടെ വീട്ടിൽ നിന്നും പിശാച് ഓടി. സ്തോത്രം. ദൈവക്കളെ, ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് സാക്ഷ്യം കേട്ടു. അദ്ദേഹം അതോടെ താമസിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പിന്നെ ആ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് ചിപ്ല എന്ന് പറയുന്ന വേറൊരു ഗ്രാമത്തില്, അവിടെ എല്ലാം ദൈവപ്രവർത്തികൾ നടക്കുന്നത് ഭയങ്കര യുണീക്കായിട്ടാണ്. ഒരിക്കലും ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയപ്പോൾ പിന്നെ ഗ്രാമത്തില് പിന്നെ ചെല്ലുമ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത്, ഞങ്ങളെ ഗ്രാമത്തിലോട് കയറുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനു പോവുക? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യേശു മസിയെ കുറിച്ച് പറയാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞങ്ങൾ അവിടുത്തെ ഒരു വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി. യേശു മസിയോട് താല്പര്യം കൊണ്ടൊന്നുമല്ല, അതിഥികളോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ആക്ച്വലി മറ്റൊരു ചിന്തയുണ്ട്. ഈ അപരിചിതരായ ആൾക്കാരെ അവർ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ആരെങ്കിലും പൂർവ്വന്മാരാന്ന് കരുതിക്കൊണ്ട് അവർ ചിലപ്പോഴൊക്കെ നമ്മളെ ശുശ്രൂഷിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയത്. അന്നേരം ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ എൻട്രി വേണമായിരുന്നു. അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് ഈ വീട്ടിൽ ചെന്നു. ഞങ്ങളെ വളരെ സ്നേഹത്തോടെ കൈക്കൊണ്ടു, പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു പോരുന്നു. ഞങ്ങൾ പറഞ്ഞു, പുള്ളിക്കാരൻ കൺവിൻസ്ഡ് ഒന്നും ആയിട്ടില്ല. പുള്ളിക്കാരന് ഇതെല്ലാം കേൾക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം എല്ലാം കഴിയുമ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു വരുമ്പോൾ ഉടനെ അവരുടെ ദൈവങ്ങളെ കുറിച്ചൊക്കെയാണ് പുള്ളി പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ദൈവക്കളെ, ഞായറാഴ്ച നോക്കിയപ്പോൾ ഉടനെ ഇദ്ദേഹം ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. ഞങ്ങൾക്ക് അതിശയം തോന്നി, ഇദ്ദേഹം എങ്ങനെ ചർച്ചയിൽ വന്നു? അന്നേരം അതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്: നിങ്ങൾ പോയി അന്ന് രാത്രിയിൽ കിടക്കാൻ പോയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ക്രൂശിനകത്തൊരു മനുഷ്യൻ കിടക്കുന്നു, രക്തം കാലിൽ കൂടെ ഒഴുകുന്ന രംഗം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടു അദ്ദേഹം ഉടനെ മനസ്സിലായി, വീട്ടിൽ ഇവർ വന്നതിന് ശേഷമായിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം വരാൻ തുടങ്ങി. നോക്കുക, അതാ പറഞ്ഞത്, ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനുശേഷം ഞങ്ങൾ അടുത്തൊരു വാജ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മിഷൻ ഫീൽഡിലെ അനുഭവങ്ങൾ ഞാൻ പറയുന്നതിന്റെ കാരണം, ഇത് നമ്മൾ നേരിട്ട് ഏറ്റവും അടുത്ത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നാട്ടിലെ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ സ്റ്റേറ്റ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവിടെയുള്ള ദൈവദാസന്മാരെയൊക്കെ ഏതൊക്കെ നിലയിലാണ് ദൈവം ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ ഭക്തിയുടെ കൂടുതൽ കൊണ്ടുമല്ല, എവിടെയൊക്കെയോ ഇരുന്ന് ദൈവത്തിന്റെ മക്കള് കണ്ണുനീരോടെ നിലവിളിയോടെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ദൈവം അവിടെ അത്ഭുതങ്ങളുടെ പ്രവൃത്തി അവിടെ ചെയ്യുകയായിരുന്നു. സ്തോത്രം. ഞങ്ങൾ ഈ വാജേവിലേക്ക് ചെന്നു. വാജേവിലേക്ക് ചെല്ലുമ്പോൾ ഉടനെ അവിടുന്ന് ഒരാള് പറഞ്ഞു, ഇവിടെ പോലെ ശങ്കർ എന്ന് പറയുന്ന ഒരാള് ഉണ്ട്
ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ശങ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ കാണാൻ പോകുന്ന ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞു. ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്, ദൂരെ എവിടെയോ ഒരു കത്തോലിക്ക പള്ളിയിൽ ധ്യാനത്തിനൊക്കെ പോകുന്നതായിട്ട് കേട്ടു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ചെന്നു ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങളെ സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ഉടനെ വീട്ടില് പിന്നെ ഒരു കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ആ കുഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴും രംഗം ഓർക്കുന്നുണ്ട്. അതൊരു ഈ നമ്മുടെ നാട്ടിലെ ഈ പുട്ടുകുടം പോലുള്ള ഒരു കലമാണ്. ഈ കലത്തിനകത്ത് അവരിങ്ങനെ ആ കുഞ്ഞ്, അല്ല കുഞ്ഞല്ല, അതൊരു പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞാന്ന് തന്നെ പിന്നെ തിരിച്ച് പേര് വിളിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതിങ്ങനെ കൈയെടുത്ത് ഇതിനകത്തോട്ടിട്ട് ഇങ്ങനെ ആ അകത്തുള്ള ചോറോ ഏതാണ്ട് സാധനം എടുത്ത് ഇങ്ങനെ കഴിക്കുക. ഇതങ്ങോട്ട് തല അങ്ങോട്ട് പൊക്കി കഴിയുമ്പോൾ ഈ കൈ അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഉടനെ ഒരു പട്ടി അവിടെ നിൽപ്പുണ്ട്. ഈ പട്ടി വന്നതിന് ശേഷം ഇതങ്ങ് തലയങ്ങിടും. പിന്നെ ഇത് തലയിട്ട് ഇതങ്ങ് കഴിക്കും. എന്നിട്ട് ഇതിന്റെ തല പിടിച്ച് കൊച്ചു പിടിച്ച് മാറ്റും. എന്നിട്ട് ഈ കൈ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ എടുത്ത് ഇത് കഴിക്കും. അന്നേരം ഇതിനിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ശങ്കർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ രാജു എന്ന് വിളിച്ചു. പിന്നെ മനസ്സിലായത് ആ പട്ടിയുടെ പേര് രാജു എന്നാണ് വിളിച്ചത്. അപ്പൊ രാജു എന്നാണ് പട്ടിയുടെ പേര്. രാജു മാറാൻ രാജുവിനോട് പറയാം, രാജു മാറുമോ, രാജു കൊച്ചിന്റെ ഒരു പൂജ എന്ന്. രണ്ടുപേരും കൂടി ഈ കടത്തെ അതുകൊണ്ട് പിടിച്ചോണ്ടിരിക്കുക. അന്നേരം പറയുന്നത്, പാസ്റ്ററെ വന്നേ ഇല്ലയോ, ഇച്ചിരി പിന്നെ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ, കാന പീനയൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ആദ്യത്തെ പരീക്ഷണം. എങ്ങനെയാണ് ഇത് ജയിക്കാൻ പോകുന്നത്? നമ്മൾ ആദ്യം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷെ എങ്ങനെയാണ് ഇതിന് അടുത്തത്, ഇനി എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? പക്ഷെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരനെ പെട്ടെന്ന് അങ്ങോട്ട് അകത്തോട്ട് ചെന്നതിന് ശേഷം എന്ത് ചെയ്തു? എത്ര പേർക്ക് അറിയാവുന്ന കച്ചോരി എന്ന് പറയുന്ന ഒരു ആഹാരം നോർത്തിലുണ്ട്. കച്ചോരി പപ്പടം പോലൊക്കെ ഇരിക്കും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഹോളൊക്കെ ഉണ്ടായിട്ട് അതിനകത്ത് കുറച്ച് എന്താ പറയുക മിക്സർ പോലുള്ള സാധനമൊക്കെ ഇട്ടതിന് ശേഷം ഉടനെ പൊട്ടറ്റോയുടെ സാധനമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചതിന് ശേഷം തരുന്ന ഒരു സാധനം കച്ചോരി. നല്ല നല്ല ടേസ്റ്റാണ് കച്ചോരി. എന്നാൽ ഇത് അദ്ദേഹം കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് കച്ചോരിയും കൊണ്ടുവന്ന് പുറത്തുനിന്ന് 7-Upന്റെ മേടിച്ച് ഡിസ്പോസിബിൾ കപ്പുമായിട്ട് മേടിച്ച് ഇതെല്ലാം മേടിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. കർത്താവെ, ഞങ്ങളെ ആ പരീക്ഷണത്തിന് ആദ്യം അനുവദിക്കാഞ്ഞതിന് സ്തോത്രം. കാരണം എങ്ങനെയാ നമുക്കറിയില്ലല്ലോ. കാരണം നമുക്ക് ആദ്യത്തെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ എന്നാൽ ദൈവം നമ്മളെ അറിഞ്ഞതിന് ശേഷം ഉടനെ ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് നമ്മളെ കൊണ്ടുവന്നു. എന്നാൽ ശങ്കരന്റെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സാക്ഷ്യമാണ്. ശങ്കരന്റെ സാക്ഷ്യം, ഇദ്ദേഹം വരുന്നതിന് മുൻപ് ഈ പള്ളിയിൽ അവിടെയൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇയാളുടെ ഒരു മാറ്റമില്ല. എന്നാൽ ഞങ്ങൾ പോയതിനു ശേഷം ഇദ്ദേഹം ഞങ്ങളുടെ ഇവിടെ വരാൻ തുടങ്ങി, ഈ ഗ്രാമത്തിൽ വരാൻ തുടങ്ങി. ഞങ്ങളുടെ പിന്നെ ആരാധനയ്ക്ക് ചിപ്പള എന്ന് പറയുന്ന ഒരു 10-12 മൈലുണ്ട്, അത്രയും കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം കഴിഞ്ഞ് ഇവിടെ വരാൻ തുടങ്ങിയതിനു ശേഷം ഉടനെ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി മാറി. ഭയങ്കര സന്തോഷം. ആ ഗ്രാമത്തിൽ പലരോടും അദ്ദേഹം സുവിശേഷം പറഞ്ഞു. അവിടെ ആർക്ക് രോഗം വന്നാലും ഉടനെ ആ രോഗമുള്ള ആൾക്കാരെ കൊണ്ട് പറയും ഇനി പോരെ, അപ്പം ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ സേവകായീസ് ഉണ്ട്, പിന്നെ രോഗമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉടനെ ഇവിടെ സൗഖ്യം നടക്കുന്നു. വലിയ സന്തോഷമാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ എല്ലാ സമയത്തും ഞങ്ങൾ കുറച്ച് അല്പം ആഹാരം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ അവർക്ക് ഒരു കറി മതിയല്ലോ, ഏതെങ്കിലും ഒരു കറി മതി. ആഹാരം കുറച്ച് ചോറൊക്കെ റെഡിയാക്കിയിട്ട് ചോറ് കൂടുതൽ കഴിക്കും. എന്നിട്ട് പിന്നെ കറി ഈ പറഞ്ഞ പോലെ ചിക്കനൊക്കെ ഒരു 2-3 പീസ് വെച്ചാൽ മതി. ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി ഉപ്പും മുളകൊക്കെ വേണമെന്നുള്ളതേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്ന് അല്പസമയം സ്പെൻഡൊക്കെ ചെയ്ത് കടന്നു പോകും. ഒരു ദിവസം ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് കുറച്ചു പേര് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. പ്രശ്നമുണ്ടായ ഗ്രാമക്കാരെല്ലാം കൂടെ ഈ ശങ്കരനെ പിടിച്ച് അതിൻ്റെ നടുക്കിരുത്തിയിട്ട് ശങ്കരനെ ചോദ്യം ചെയ്തു. നീ എന്തായി ചെയ്യുന്നത്? ഇവിടെ ക്രിസ്ത്യൻ ലോകിൻ്റെ കൂടെ നീ ആൾക്കാരുടെ കൂടെ നീ ഇവരെ കൊണ്ടുപോവുകയാണോ? നിന്റെ ഉദ്ദേശമൊക്കെ എന്താ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഈ ശങ്കരനെ പിടിച്ച് അതിൻ്റെ നടുക്കിരുത്തി. ഇതൊരു ശങ്കരൻ്റെ പഴയ അനുഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേക ഒരു മാനസിക രോഗമാണെന്ന് പറയാം. അതായത് ഈ പാലത്തിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ ബൈക്കും കാറും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ ചെല്ലും. നല്ല ആരോഗ്യവാനാണ്, നല്ല കട്ടയാനാണ് ആള്. ഇയാൾ ഈ വണ്ടിയൊക്കെ എടുത്ത് പൊക്കി ആ തോട്ടിലങ്ങിടും, ആ ബൈക്കൊക്കെ എടുത്ത് അതിലോട്ട് വെള്ളത്തിലോട്ടം കളയും. ഇതൊക്കെയാണ് ഇയാളുടെ പരിപാടി. ഇങ്ങനെ ആരുമായിട്ട് പ്രശ്നം ഉണ്ടായി 2 പേരെ കൊന്ന് ജയിലിൽ പോയി. പക്ഷെ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ഇയാൾ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്കുണ്ട്. ഇതൊന്നും ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാൽ ദൈവസന്നിധി വന്ന് ഈ മനുഷ്യൻ വളരെ കുഞ്ഞുങ്ങളെ പോലെ അവിടെ വന്നിരുന്ന് കരയുകയും കുഞ്ഞുങ്ങളെ പോലെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ കാഴ്ച കണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. എന്നാൽ ഇന്ന് ഇയാളെ പിടിച്ച് ഇവിടെ ഇരുത്തി ചോദിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, നീ ഇനി കൊണ്ടുപോയാൽ നമ്മുടെ ഗ്രാമത്തിൽ നിന്നെ മുടക്കാൻ പോവുകയാണ്, നിന്റെ കുടുംബത്തെ ഞങ്ങൾ മുടക്കുമെന്ന് പറഞ്ഞു.
മുടക്കെന്ന് പറഞ്ഞ സമയത്ത് ശങ്കർ പറഞ്ഞൊരു കാര്യം, എന്നാൽ ശങ്കർ എഴുന്നേറ്റ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. ആദ്യം ചോദിച്ചു, നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കോഴിയല്ലാതെ വേറെ ഏതിനെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മനുഷ്യരെയോ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എങ്കിൽ ഈ കൂട്ടത്തില് 2 പേരെ കൊന്നിട്ട് ജയിലിൽ പോയ ആളാണ് ഞാൻ. അന്നേരം നിങ്ങൾ എന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞ്, ഞാൻ തമാശ പറയുന്നില്ല, ആക്ച്വലി ചിലരെയും കൂടെ ഞാൻ അങ്ങ് മേലോട്ട് പറഞ്ഞു വിടും. അയ്യോ, ഞങ്ങളെയൊന്നും അറിയുന്നില്ല ആക്ച്വലി ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നും, ഇങ്ങനെ പറയരുതെന്നോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞായറാഴ്ച വന്ന് പുള്ളി സാക്ഷ്യം പറയുക ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം. പുള്ളി വലിയൊരു കാര്യം ചെയ്തു. അന്നേരം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഗ്രാമവാസികൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ചാലോടെ നിൽക്കുക, നിന്നോട് നോക്കട്ടെ, 1 വർഷം കൂടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താക്കീതൊക്കെ കൊടുത്തതിന് ശേഷം ഉടനെ അന്ന് പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു. എന്നാൽ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ ഈ സാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടി നോക്കി, പുള്ളി എന്തായി പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മൾ ആക്ച്വലി ദൈവമക്കളാണ്, നമ്മൾ കർത്താവിന്റെ മക്കൾ. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. യേശുക്രിസ്തു ഒരു കരണം കാണിക്കുന്നവർക്ക് മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള കർത്താവാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. അന്നേരം ശങ്കർ പറഞ്ഞു, അയ്യോ എനിക്കങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ അതുകൊണ്ട് വരട്ടി. അന്നേരം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വരട്ടി ആക്ച്വലി ആ ജനം ഒന്ന് ഭയന്നു. കാരണം ആൾക്കാരൊന്ന് റെക്കോർഡ് നോക്കിയപ്പോൾ ഉടനെ ശരിയാണ്, ഇവൻ ഇങ്ങനെയുള്ള വേറെ ഗ്രാമത്തിൽ നിന്ന് താമസിക്കുന്ന ആളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ആ ഗ്രാമത്തിൽ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിൽ മറ്റൊരു കാര്യം, ഇത് കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. ഈ ആൾക്കാരെല്ലാം വിളിച്ച്, ഗ്രാമസഭയെല്ലാം വിളിച്ചു കൂട്ടി സംസാരിച്ച സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇത് ഞങ്ങൾക്കൊരു ഫ്രീ പബ്ലിസിറ്റി ആയിരുന്നു. കാരണം അവിടെ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അന്നേരം അതിനകത്തൊരു കാക്കി എന്ന് പറഞ്ഞാൽ വല്യമ്മച്ചി നടത്തില്ല അവർ വിളിക്കുന്ന ആക്ച്വലി. അന്നേരം ഈ ഇവരും പിന്നെ മോളും കൂടെ അവിടെ വന്നിരിക്കുകയാണ്. അന്നേരം വന്നിരുന്ന് ദൈവസന്നിധി അവിടെ വന്നിരുന്നു പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ ആദ്യം പോയ ഗ്രാമത്തിൽ ഇവരെ ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ കൊണ്ടുവന്നിരുന്നു. അന്ന് അധികം പരിചയപ്പെട്ടില്ല. അന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം പ്രശ്നം ഇതാണ്, ഇവരുടെ കാലിനകത്ത് 1000കണക്കിന് തേളുകൾ ഇരുന്ന് ഇങ്ങനെ കുത്തുന്ന വേദനയാണ്. അവർ പറഞ്ഞ വാക്കിങ്ങനെയാണ്, 1000കണക്കിന് തേളുകൾ ഇരുന്ന് ഇങ്ങനെ കുത്തുന്ന വേദന. ഞങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷേ സൗഖ്യമില്ല. തിരിച്ച് പിന്നെ ഈ ഗ്രാമത്തിൽ, ചിപ്ല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഒരു വീട് ഞങ്ങൾ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. അവിടെ വന്ന് പിന്നെ കൊണ്ടുവന്നു. പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വരുന്നില്ല. ഞങ്ങൾക്ക് വളരെ വിഷമമായി. നമുക്കറിയാം, നമ്മളിങ്ങനെ വളരെ ശക്തമായിട്ട് പല അത്ഭുതങ്ങളും അടയാളങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്കും ഒക്കെ സാക്ഷികളായി. കാരണം എല്ലാം ഫ്രഷായിട്ടുള്ള ആൾക്കാരാണ്, ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് നല്ലൊരു പങ്കും ഭയങ്കര റിസപ്റ്റീവാണ്. അവർ യേശുക്രിസ്തു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ. അവർക്ക് അല്ലാതെ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും നമ്മളെപ്പോലൊന്നും ഇല്ല. അവർക്ക് സൗഖ്യമാക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ അവർ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ. അങ്ങനെ വലിയൊരു ട്രസ്റ്റൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത് സൗഖ്യമാകുന്നില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ടുവന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇടയ്ക്കുള്ള പ്രാർത്ഥനയിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു, സൗഖ്യമാകുന്നില്ല. 3-ാമത്തെ ദിവസം കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു, സൗഖ്യമാകുന്നില്ല. എന്നാൽ ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മറ്റൊന്നിനാലും മാറിപ്പോവുകയില്ല. ഈ ഒരു ദൈവത്തിന്റെ വചനം മത്തായി സുവിശേഷം 14 ആ ആദ്യ വാക്യം വന്നപ്പോൾ പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ഉപവസിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. ഞാനൊരു 40 ദിവസം പ്ലസ് 21 ദിവസമായിട്ട് ഇങ്ങനെ ഉപവാസത്തിലിരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് അന്ന് അടുത്ത ദിവസം തൊട്ട് പ്രാർത്ഥന ആരംഭിച്ചു. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം വരുമ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗസൗഖ്യമായി. ഭയങ്കര അതിശയം എന്നാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുകയാണ്, നീ എനിക്ക് വിധേയപ്പെട്ട് തരിക, എൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പിന്നെ പ്രാർത്ഥന ആരംഭിച്ചു, ഉപവാസം ആരംഭിച്ചു. ആഴ്ചയിൽ തന്നെ ഇവൾക്ക് ഈ സഹോദരിക്ക് സൗഖ്യമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടർന്ന് അപ്പോഴാണ് ഇവർ സാക്ഷ്യം പറയുന്നത്. ഈ പെൺകുട്ടി ചെറിയൊരു കാലിന് പ്രയാസമായിട്ട് തുടങ്ങിയതാണ്. അന്നേരം ഈ മന്ത്രവാദികൾ അടുക്കൽ പോയി പല തരത്തിലുള്ള മന്ത്രവാദങ്ങൾ ഇവർ നടത്തി ഓരോ മന്ത്രവാദത്തിന് 5000 മുതൽ 15000 രൂപ വരെ ഇവർക്ക് ചെലവാണ്. അന്നേരം അവസാനം പോയ മന്ത്രവാദി ഇവരോട് പറഞ്ഞു, നീ ഇത് മാറും, ഇതുപോലെ 15000 രൂപ ഫീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞത്, പുറകിലോട്ട് ചിറക് തിരിഞ്ഞിരിക്കുന്ന ഒരു കറുത്ത കോഴി. നോക്കിയോണം. എന്നാൽ ഇവർ ഇങ്ങനെയുള്ള പുറകിലോട്ട് ചിറക് തിരിഞ്ഞിരിക്കുന്ന കോഴിക്ക് വേണ്ടി പലയിടങ്ങളിൽ അവർ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. ഇതിനെ കിട്ടാഞ്ഞത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരിവിടെ വരാൻ തക്കവണ്ണം കാരണം. അന്നേരം അതിൻ്റെ കാരണം എന്താണ് ആക്ച്വലി?
അന്നേരം ഈ ഈ ഈ ഇവള് സൗഖ്യം, ഈ സഹോദരി സൗഖ്യമായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സമയത്ത് ഉടനെ ശങ്കർജി എല്ലാരും കേൾക്കെ അവിടെ തന്നെ വെച്ച് പറഞ്ഞു, പാസ്റ്ററെ ഞാന് പറഞ്ഞതാ നേരത്തെ, പാസ്റ്ററെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പണമെല്ലാം കൊണ്ട് കളയാതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ, അവരന്ന് കേട്ടില്ല. അന്ന് കേട്ടിരുന്നുണ്ടെങ്കിൽ ഇത്രയും പൈസയും ഇത്രയും ബുദ്ധിമുട്ടും പോകുന്നു ശങ്കർ അവിടെ വെച്ച് തന്നെ ഉറക്കെ പറയുക, യോഗം തീർന്നിട്ടില്ല. അന്നേരം അവിടെ വെച്ച് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇത്രയും പ്രയാസത്തിൽ കൂടെ കടന്നുപോയതാണ്. അന്നേരം ശങ്കർ എന്ത് ചെയ്തു, ഇവരോടെല്ലാം പറയുമായിരുന്നു, ആർക്ക് രോഗം ഉണ്ടെങ്കിലും ആർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ പറയും. ദൈവമക്കളെ, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയോട് ദൈവസ്ഥിതിയിലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പല അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒടുവിലായി ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞങ്ങളുടെ മിഷണറി യാത്രയിലെ ഒരു ഘട്ടം, അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ അന്ന് 40 ദിവസം ഉപവാസങ്ങൾ കഴിയുക. അതായത് ഞങ്ങൾ ഉപവസിക്കുന്ന കാര്യത്തെക്കുറിച്ച്, പ്രാർത്ഥനയിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. എന്നാൽ വളരെ ഞങ്ങളുടെ ആയിരുന്ന മിഷൻ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ് 2 പേര്, ഇപ്പം ഞങ്ങൾ ഏറ്റവും അടുത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ളതായ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അന്നേരം അവരും ഞങ്ങളോട് അന്ന് ആരാധനയ്ക്ക് വേണ്ടി വന്നു. അന്നേരം ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വരാൻ പറഞ്ഞു. പക്ഷെ എന്നാൽ അന്ന് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ഭവനത്തിൽ നിന്നിറങ്ങി ആ ഗ്രാമത്തിലേക്ക് കടക്കുന്ന ആ റോഡിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു പാമ്പ് അവിടെ കുറുക്ക് പോകുന്നു. ഒരു പാമ്പ് അതുവഴി പോകുന്നു. ഞങ്ങൾ ചോദിച്ചു എന്താ ഈ അന്നേരം മോള് പറഞ്ഞു പാമ്പ്. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പാമ്പിനെ അന്ന് കാണുന്നത്. അതിനുശേഷമായിട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് ഗ്രാമത്തിന്റെ ആ കയറുന്ന ഭാഗത്തൊരെണ്ണം കണ്ടു. എന്നിട്ട് ആ ഗ്രാമത്തിന്റെ ഇന്റീരിയർ ഉള്ളിലേക്ക് ആ വീടൊക്കെയുള്ള ഏറിയയിലോട്ട് കയറിയപ്പോൾ ഉടനെ അടുത്ത ഒരു പാമ്പ്, രണ്ടാമത്തെ ഒരു പാമ്പിനെ കണ്ടു. അപ്പോഴും 2 പാമ്പിനെ രാവിലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു ചെറിയൊരു അലർട്ട്. നമുക്കറിയാം, ദൈവമക്കൾക്കറിയാം, ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം അൺയൂഷ്വലായിട്ട് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആക്ച്വലി അവരൊന്ന് ശ്രദ്ധിക്കും, ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്താ ഇതിന്റെ പിന്നിൽ, ഇത് അങ്ങ് എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കുന്നതാണോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം. ചുരുക്കത്തിൽ ഞങ്ങൾ അന്ന് അവിടെ കടന്നുപോയി ആ ഹോളിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഏതാണ്ട് തീരാറായപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ മോളുണ്ട്, ഞാൻ പറഞ്ഞില്ല അത് അന്ന് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആദിത്യയുടെ വൈഫ് ഒരു ദർശനയുണ്ട്. അന്നേരം അവർ വളരെ യങ്സ്റ്റർ എങ്ങനെയാണ്, എനിക്ക് 21, 22 ആ പ്രായം മാത്രമേ ഉള്ളൂ. അന്നേരം ഇവർ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സംസാരിക്കരുത്. പക്ഷെ ഇവർ പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇരിക്കുന്ന അന്ന് ആദ്യം തന്ന വീടാണ്, ആ വീട്ടിലൊരു ചെയർ, ആ 2-3 ഇവർ വന്നത് കൊണ്ട് 2-3 ചെയർ എടുത്തുകൊണ്ട് വന്നിട്ടു. ആ ചെയറിനകത്ത് ഞങ്ങൾ ഭിത്തിയോട് ചേർന്ന് ആ ചെയർ ഇട്ട് അവിടെ ഇരിക്കുക. നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ദർശനം നോക്കുമ്പോൾ ഉടനെ അവൾ ഇവരോട് പറയുന്ന കാര്യം ഇതാ, ആ ഭിത്തിയിൽ എൻ്റെ തൊട്ട് പുറകിലായിട്ട് ആ ഇഷ്ടികയുടെ ഭാഗത്ത് ഇഷ്ടികയുടെ ഇടയിലായിട്ട് ഒരു പാമ്പ്, ഇഷ്ടികയുടെ ഇടയിലായിട്ടൊരു പാമ്പിന്റെ വയറ്, അതാണ് അവൾ കാണുന്നത്. അതായത് ഞങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങള് ഈ നേരത്തെ മീറ്റിംഗ് ഇരിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യമുണ്ട് ഇവളോട് സംശയം ചോദിക്കാറുണ്ട്. അന്ന് വീട്ടിൽ എന്നും പറഞ്ഞിട്ട് പോകും, യോഗത്തിന്റെ സംശയം ചോദിക്കരുത്, ഇത് കഴിഞ്ഞിട്ട് മാത്രമേ സംശയം ചോദിക്കാവൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർ പക്ഷെ ഇങ്ങനെ ആയിരിക്കും ഇവർ ചിന്തിക്കുന്ന കാര്യത്തിൽ കൂടെ ഞാൻ പറഞ്ഞു മിണ്ടല്ല, ഇപ്പം മിണ്ടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴത്തെ യോഗത്തിന്റെ അവസാനമായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഇവള് പറഞ്ഞു സാപ്പ് എന്ന് പറഞ്ഞു. അന്നേരം നോക്കിയപ്പോ എന്താ, ഈ ഭാഗത്തിരിക്കുക തൊട്ട് പുറകിൽ എന്നോട് ചേർന്ന്, അതായത് ഞാൻ അതിന്റെ അടുത്ത് ചേർന്ന ഇരിക്കുന്ന ആക്ച്വലി ഇതിന്റെ ഈ പാമ്പിന്റെ വയറാണ് പുറകിൽ കാണുന്നത്. നമ്മുടെ ഈ കപ്പിന്റെ ഒക്കെ ഞാൻ ആദ്യം കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് ഈ നമ്മുടെയൊക്കെ വെള്ള കപ്പിന്റെ ഒക്കെ പിടിയുണ്ടല്ലോ, നാട്ടിലൊക്കെ ഒരു സൈസ് സോസറും ഒക്കെ ഉള്ള ടൈപ്പിലുള്ള അങ്ങനെയുള്ള അതിന്റെ പിടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് പിടിയല്ല, പക്ഷെ ഇത് പാമ്പായിരുന്നുള്ള കാര്യം. തുടർന്ന് അവർ പെട്ടെന്ന് അപ്പുറം ഇപ്പുറമൊക്കെ വന്നതിന് ശേഷം ഉടനെ അവർ ആ പാമ്പിനെ എടുത്ത് പുറത്തിട്ടു. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം, ഒരു അത്ഭുതം അവിടെ നടന്നത് ഇങ്ങനെയാണ്. ഈ പാമ്പാണ് എവിടെയും കയറി പോകുന്നതാണ്, പക്ഷെ എന്നാൽ ഈ 2 ഇഷ്ടികയുടെ ഇടയിലേക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ഈ പാമ്പിന്റെ തലയങ്ങ് ഉടക്കിപ്പോയി. ഇതിന്റെ വിടവിൽ തന്നെ കൃത്യമായിട്ട് ഉടക്കിപ്പോയത് കൊണ്ട് ഇതിന് തലയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിന്റെ വയറ് കൊണ്ട് ഇങ്ങനെ കുത്തി എഴുന്നേക്കാൻ നോക്കി. അതാണ് ആ വയറിന്റെ ഭാഗമാണ് ഞങ്ങളെ കണ്ടത്. ഇവർ ഈ പാമ്പിനെ കണ്ടതിന് ശേഷം ഉടനെ ഇവർ ഭയങ്കരമായിട്ട് പറയൂ ഇത് വിഷപ്പാമ്പാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെല്ലാം പൗലോസിന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും അതിശയം വന്നു. കാരണം നമ്മളെ തന്നെ ലക്ഷ്യമിട്ട്
40-ാമത്തെ ദിവസമാണ് നോക്കിക്കൊണ്ടത്. ആക്ച്വലി 40-ാമത്തെ ദിവസത്തെ സംഭവമാണ് ഈ പറയുന്നത്. നമ്മളെ തന്നെ ലക്ഷ്യമിട്ട് സാത്താൻ അവന്റെ ശക്തി പ്രയോഗിച്ച് നശിപ്പിക്കാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ ദൈവം കർത്താവ് അവന്റെ തലയെ തകർത്തു. ആ കുരിശിൽ പിശാചിന്റെ തലയെ തകർത്ത കർത്താവ് ഒരിക്കൽ കൂടെ തന്റെ മക്കൾക്ക് വേണ്ടി ഒരത്ഭുതം കൂടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പുറത്ത് ആ പാമ്പിനെ എടുത്ത് പുറത്തിട്ടപ്പോൾ അതിന്റെ തല ചതഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. എന്റെ ദൈവത്തിന്റെ മക്കളെ, അവിടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും ഹല്ലേലൂയ അതിന്റെ ഭാഗമായി തീരുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. ഒരൊറ്റ കാര്യം മാത്രമേ പറയാൻ തക്കവണ്ണമുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയോഗിക്കുന്നതെങ്കിൽ, ദൈവമാണ് നമ്മളെ അയക്കുന്നതെങ്കിൽ, അവൻ നമ്മളോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാൻ തക്കവണ്ണമുള്ളത്, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവാണ്. താൻ തന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചുവെങ്കിൽ, താൻ നമ്മളെ അയച്ചുവെങ്കിൽ, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ചതായ ഹല്ലേലൂയ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ആത്മാവിനെ അളവ് കൂടാതെ തരുന്നവനായിരിക്കാതെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്ന കർത്താവങ്ങായിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്, എവിടെ വെച്ചാണ് ദൈവത്തിന്റെ ശബ്ദം പറയേണ്ടത്, അങ്ങ് അരുളി ചെയ്ത നല്ല കർത്താവങ്ങായിരിക്കാതെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ച് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഒരുക്കിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ട ദൈവമക്കളെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വീരന്മാരും ധീരന്മാരും കർത്താവിന്റെ ആജ്ഞ അനുസരിക്കുന്നവരുമായിരിക്കുന്നതായ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണല്ലോ കർത്താവെ ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നിർത്തിയത്. കർത്താവെ, ഞങ്ങളുടെ കഴിവല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങളെ ചെയ്ത കർത്താവായിരിക്കാലും സ്തോത്രം. ഈ നാളുകളിൽ കർത്താവെ വൻ കാര്യങ്ങളെ ഞങ്ങളുടെ ദേശത്ത് കാണുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. കർത്താവെ, ബോംബെയിൽ പ്രവർത്തിച്ച കർത്താവ്, മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ച കർത്താവ്, ഇന്നും ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവ്, പട്ടണങ്ങളിൽ പ്രവർത്തിക്കുവാൻ ശക്തനായിരിക്കാലും സ്തോത്രം. ദൈവമേ, ഈ പ്രാർത്ഥനയുടെ ഫലമായി, ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട് ശക്തന്മാരെഴുന്നേൽക്കട്ടെ. അനേകരങ്ങളുടെ നാമത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവമേ, ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠദാസനായി സ്തോത്രം. ഈ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അനുഗ്രഹിക്കുമാറാകണം, കൃപയിൽ മറയ്ക്കണം. അനേകാരുടെ ജീവിതത്തിൽ സാക്ഷ്യം അനുഗ്രഹമാക്കി മാറ്റുമാറാകണം. ഹല്ലേലൂയ. ജീവിതത്തിൽ മടിച്ചു നിൽക്കുന്ന അനുഭവങ്ങളിൽ, ക്ഷീണിച്ചു നിൽക്കുന്ന അനുഭവങ്ങളിൽ, തളർന്നു നിൽക്കുന്ന അനുഭവങ്ങളിൽ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ നടക്കുന്ന കാണുവാൻ ഇടയാക്കുമാറാകണം. ഹല്ലേലൂയ. കേട്ട ഹല്ലേലൂയ അപേക്ഷകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.